ഓർഗൻസ ഫാബ്രിക്കിൽ വരുന്ന നല്ല ബ്യൂട്ടിഫുൾ കളക്ഷൻസ് ആണ് ഇന്ന് വരുന്നത്. പേസ്റ്റൽ കളർ പാലറ്റിലും ഫുൾ ബോഡിയിലും ആപ്ലിക്കോക്കിലാണ് സാരി വരുന്നത്. നല്ല എലഗന്റ് ആൻഡ് ക്ലാസി ആയിട്ട് നമുക്ക് ഡ്രേപ്പ് ചെയ്യാവുന്ന പാർട്ടി വെയർ സാരീസ് ആണ്. ഫസ്റ്റ് സാരിയുടെ കളർ പറയുകയാണെങ്കിൽ പേസ്റ്റൽ പീച്ച് ആണ് സാരിയുടെ കളർ വരുന്നത് കേട്ടോ. അതൊരു നല്ല പാറ്റേണിലാണ് ഫ്ലോറൽ ആപ്ലിക്കോക്കിലായിരിക്കും സാരി വരുന്നത്. ഒരു സ്കാലപ്പ് ഫിനിഷിലായിരിക്കും ബോർഡർ വരുന്നത്. നമുക്കൊരു വെഡിങ് പോലുള്ള ഫംഗ്ഷന് ഡ്രേപ്പ് ചെയ്യാം. ബാപ്റ്റിസം, ഹോളി കമ്മ്യൂണിയൻ അതുപോലെയുള്ള ഫംഗ്ഷൻസിന് പേസ്റ്റൽ കളേഴ്സ് പ്രിഫർ ചെയ്യുന്നവർക്ക് നല്ലൊരു ഓപ്ഷൻ ആട്ടോ ഈ സാരീസ്. എല്ലാം നല്ല സോഫ്റ്റ് കളേഴ്സിലാണ് വരുന്നത്. അതും ആ സെൽഫ് കളറിൽ തന്നെയായിരിക്കും ഒരു ആപ്ലിക്കോക്ക് വരുന്നത്. ഈ സാരി ഇപ്പം പീച്ച് ആയതുകൊണ്ട് പീച്ച് ടോണിൽ തന്നെയാണ് ആ ഒരു ഫ്ലോറൽ ആപ്ലിക്കോക്ക് വരുന്നത്. അതും ഡിഫറെന്റ് പാറ്റേണിൽ വർക്ക് വരുന്നുണ്ട്. ഞാൻ ഓരോ സാരിയും ഡീറ്റെയിൽ ആയിട്ട് കാണിക്കും. ഫസ്റ്റ് സാരി ഈ ഒരു സ്റ്റൈലിലായിരിക്കും. ഫുൾ ആ ഒരു ഫ്ലോറൽ ഡിസൈൻസിൽ പേസ്റ്റൽ പീച്ചിൽ തന്നെയായിരിക്കും വരുന്നത്. പ്ലീറ്റ്സിന്റെ പോർഷൻ വരുമ്പോൾ ഒരു ലോവർ ഏരിയയിലായിരിക്കും ആപ്ലിക്കോക്ക് വരിക. ചെസ്റ്റ് പോർഷനും മുന്താണിയും കംപ്ലീറ്റ് ഈ ഒരു സ്റ്റൈലിലായിരിക്കും വർക്ക് വരുന്നത്. അതിലൊരു ഫ്ലോറൽ എംബ്രോയിഡറി വർക്ക് വന്നിട്ട് അതിൽ ആ ഒരു ഗോൾഡൻ ടിഷ്യൂ ക്ലോത്ത് വെച്ചിട്ടായിരിക്കും ആപ്ലിക്കോക്ക് വരുന്നത്. സ്കാലപ്പ് ഫിനിഷിലാണ് ബോർഡർ വരുന്നത് സാരിയിൽ. നല്ല പാറ്റേണിൽ വളരെ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ് റേഞ്ചിലുമാണ് ഈ ഒരു പാർട്ടി വെയർ സാരി വന്നിരിക്കുന്നത്. പല്ലു ഇതാണ് മുന്താണി വരുന്നത്. ഫുൾ ഒരു ഫ്ലോറൽ എംബ്രോയിഡറി വർക്ക്, സ്മോൾ ഫ്ലോറൽ എംബ്രോയിഡറി വർക്കിലുള്ള റണ്ണിങ് ബ്ലൗസാണ് വരുന്നത്. നല്ല ഫിനിഷിലാണ് ഈ ഒരു വർക്ക് വന്നിരിക്കുന്നത് കേട്ടോ. ഈ ഒരു പാറ്റേണാണ് വരുന്നത്. സെയിം ടോണിൽ തന്നെ പേസ്റ്റൽ പീച്ചിൽ തന്നെ സ്മോൾ ഫ്ലോറൽ എംബ്രോയിഡറി വർക്കിലായിരിക്കും റണ്ണിങ് ബ്ലൗസ് വരുന്നത് സാരിക്ക്. സെയിം കളർ പാലറ്റ് തന്നെ വരുന്നത്. സോഫ്റ്റ് പേസ്റ്റൽ പീച്ച് തന്നെയാണ് സാരിയുടെ കളർ വരുന്നത്. ആ ഒരു ആപ്ലിക്കോക്കിന്റെ പാറ്റേണിൽ ചെറിയൊരു ഡിഫറൻസ് വന്നിട്ടുണ്ട്. ഫ്ലോറൽ ഡിസൈൻസ് തന്നെയാണ് വന്നിരിക്കുന്നത്. എല്ലാം നല്ല നല്ല ഡിസൈൻസ് ആട്ടോ. ഇതിൽ വരുമ്പം സെക്കൻഡ് സാരി ഈ ഒരു പാറ്റേണിലായിരിക്കും ആ ഒരു വർക്ക് വരുന്നത്. സെൽഫ് കളർ തന്നെ പേസ്റ്റൽ പീച്ചിൽ തന്നെ ആയിരിക്കും ഒരു ആപ്ലിക്കോക്ക് വരുന്നത്. മുന്താണി ഈ ഒരു പാറ്റേണിലാണ് പല്ലു വരുന്നത്. ബ്ലൗസ് സെയിം സ്റ്റൈലിൽ തന്നെ ആ ഫ്ലോറൽ എംബ്രോയിഡറി വർക്ക് ആയിരിക്കും സാരി വരുന്നത്. ഇതിൽ വരുമ്പോൾ ഒരു ട്രയാങ്കിൾ മോട്ടീവ്സ് ആട്ടോ. ട്രയാങ്കിൾ പാറ്റേണിലുള്ള ത്രെഡ് വീവൻ സ്റ്റൈലിലായിരിക്കും സാരിയുടെ ബ്ലൗസ് വരും. സെയിം കളർ തന്നെ വീണ്ടും തേർഡ് ഡിസൈനാണ് വരുന്നത് കേട്ടോ. ഇതും ഫ്ലോറൽ ഡിസൈൻസ് തന്നെയാണ് വരുന്നത്. ഈ ഒരു പാറ്റേണിലായിരിക്കും നല്ല ഫിനിഷിലാട്ടോ സാരിയിൽ ആ ഒരു ആപ്ലിക്കോക്ക് വരുന്നത്. ഈ ഒരു സ്റ്റൈലിലായിരിക്കും ഫുൾ ബോഡിയിലും സെയിം സ്റ്റൈൽ. എന്താണ് ഫ്ലോറൽ ഡിസൈനിലാണ് ബ്ലൗസ് വരുന്നത്. വീണ്ടും നല്ലൊരു ബ്യൂട്ടിഫുൾ കളറാണ് വരുന്നത്. പേസ്റ്റൽ പിസ്ത ഗ്രീൻ ആണ് സാരിയുടെ ടോൺ വരുന്നത്. ഇതിലും ഫ്ലോറൽ പാറ്റേണിൽ തന്നെയായിരിക്കും ആപ്ലിക്കോക്ക് വരുന്നത്. ഞാൻ ക്ലോസിൽ കാണിക്കാം കേട്ടോ. ഫ്ലോറൽ ഡിസൈൻ വരുന്നത് ഈ ഒരു പാറ്റേണിലായിരിക്കും. സെയിം ടോണിൽ തന്നെ ആ ഒരു പിസ്ത ഗ്രീനിൽ തന്നെയുള്ള ആപ്ലിക്കോക്ക് വരുന്നത്. സാരിയുടെ ബാക്ക് സൈഡും നല്ല ഫിനിഷിലാണ് വന്നിരിക്കുന്നത് കേട്ടോ. നോർമലി നമ്മൾ ഇത്രയും ഡെലിക്കേറ്റ് ആയിട്ടുള്ള ഫാബ്രിക്കിൽ എന്തെങ്കിലും പോരായ്മ കാണും ആപ്ലിക്കോക്കിൽ. പക്ഷേ ഇതിന്റെ ബാക്ക് സൈഡ് കണ്ടോ, സെയിം അതേ ആ ഒരു ഫിനിഷിൽ തന്നെയായിരിക്കും. ഇത് ബാക്ക് സൈഡ് കേട്ടോ സാരിയുടെ. സോഫ്റ്റ് പേസ്റ്റൽ പിസ്ത ഗ്രീൻ, പ്ലീറ്റ്സ് പോർഷൻ, ചെസ്റ്റ് പോർഷൻ ആൻഡ് പല്ലു എംബ്രോയിഡറി വർക്കിൽ തന്നെയായിരിക്കും വിത്ത് റണ്ണിങ് ബ്ലൗസ്. സെയിം കളർ സോഫ്റ്റ് പിസ്ത ഗ്രീൻ തന്നെ കളർ വരുന്നത്. ആ ഒരു ആപ്ലിക്കോക്കിന്റെ പാറ്റേൺ മാറിയിട്ടുണ്ട്. ഫ്ലോറൽ ഡിസൈൻ തന്നെ വരുന്നത് കേട്ടോ. ഈ ഒരു പാറ്റേണിലാണ് ഫുൾ ആപ്ലിക്കോക്ക് വരുന്നുണ്ട്. ബോഡി, ബ്ലൗസ് ത്രെഡ് വുവൻ സ്റ്റൈലിൽ തന്നെയായിരിക്കും വിത്ത് ബ്ലൗസ് വരും. സെയിം കളർ തേർഡ് ഡിസൈനാണ് വരുന്നത് കേട്ടോ. പിസ്ത ഗ്രീനിൽ തന്നെ ഫ്ലോറൽ ഡിസൈൻ തന്നെ സെയിം പാറ്റേൺ ഈ ഒരു സ്റ്റൈലായിരിക്കും കേട്ടോ. ഫുൾ ബോഡി, പല്ലു ഈ ഒരു പാറ്റേണിലാണ് ആപ്ലിക്കോക്ക് വരുന്നത് വിത്ത് റണ്ണിങ് ബ്ലൗസ്. ബ്ലൗസ് എല്ലാ സാരീസിനും ആ ഒരു സെയിം ടോണിൽ തന്നെയുള്ള എംബ്രോയിഡറി വർക്ക് ആയിരിക്കും. സ്മോൾ എംബ്രോയിഡറി വർക്കിലായിരിക്കും റണ്ണിങ് ബ്ലൗസ് വരുന്നത്. നെക്സ്റ്റ് കളർ നല്ല ബ്യൂട്ടിഫുൾ ഒരു പേസ്റ്റൽ കളർ പാലറ്റിലാണ് വന്നിരിക്കുന്നത്. പേസ്റ്റൽ യെല്ലോ ആണ് സാരിയുടെ ടോൺ വരുന്നത്. യെല്ലോയിലും ഫ്ലോറൽ ഡിസൈൻസ് അതേ പാറ്റേണിൽ തന്നെ ആയിരിക്കും ആപ്ലിക്കോക്ക് വരുന്നത്. സെയിം സ്റ്റൈൽ നല്ല ബ്യൂട്ടിഫുൾ സാരീസ് ആട്ടോ. മുന്താണി, ബ്ലൗസ്. അടുത്ത ഡിസൈൻ വരുന്നതും സെയിം കളറിൽ തന്നെ കേട്ടോ. സോഫ്റ്റ് പേസ്റ്റൽ യെല്ലോയിൽ ഫ്ലോറൽ ഡിസൈൻസ് തന്നെ ആയിരിക്കും ആപ്ലിക്കോക്ക് വരുന്നത്. ഈ ഒരു പാറ്റേണിലായിരിക്കും ബോഡി കംപ്ലീറ്റ് വരിക. മുന്താണി, ബ്ലൗസ്. പേസ്റ്റൽ യെല്ലോ തന്നെ കേട്ടോ. നെക്സ്റ്റ് ഡിസൈൻ വരുന്നതും ഫ്ലോറൽ പാറ്റേണിൽ തന്നെയാണ് ആപ്ലിക്കോക്ക് വരുന്നത്. സെയിം സ്റ്റൈലിൽ തന്നെ ഈ ഒരു പാറ്റേണിലായിരിക്കും ഫുൾ ബോഡി വരിക. സ്കാലപ്പ് ഫിനിഷിലാണ് എല്ലാ സാരിയുടെയും ബോർഡർ വന്നിട്ട് റണ്ണിങ് ബ്ലൗസ്. കളർ മാറിയിട്ടുണ്ട്. ലാവൻഡർ, പേസ്റ്റൽ ലാവൻഡർ ആണ് നെക്സ്റ്റ് സാരിയുടെ കളർ വരുന്നത്. ഫ്ലോറൽ ഡിസൈൻസ് എല്ലാം സെയിം പാറ്റേൺ തന്നെ കേട്ടോ. ആപ്ലിക്കോക്ക് വരുന്നത് ഫുൾ അതേ സ്റ്റൈലിൽ തന്നെ എംബ്രോയിഡറി വർക്കിലായിരിക്കും. ലാവൻഡർ ടോണിൽ തന്നെയുള്ള സെൽഫ് എംബ്രോയിഡറി വർക്കിലാണ് വിത്ത് റണ്ണിങ് ബ്ലൗസ്. സെയിം കളർ തന്നെ സോഫ്റ്റ് പേസ്റ്റൽ ലാവൻഡർ തന്നെ സാരിയുടെ കളർ. ആപ്ലിക്കോക്കിന്റെ പാറ്റേൺ മാറിയിട്ടുണ്ട്. ഇതിൽ വരുമ്പോൾ ഈ ഒരു സ്റ്റൈലായിരിക്കും കേട്ടോ വർക്ക് വരുന്നത്. സെയിം ടോണിൽ തന്നെ ആയിരിക്കും ത്രെഡ് എംബ്രോയിഡറിയിൽ റണ്ണിങ് ബ്ലൗസ്.
ഇന്നത്തെ ബ്യൂട്ടിഫുൾ കളക്ഷൻസ് ഓർഗൻസ ഫാബ്രിക്കിൽ ഫുൾ ബോഡി ഫ്ലോറൽ ആപ്ലിക്കോക്കിലായിരുന്നു സാരീസ് വന്നത്. എല്ലാ സാരീസും നല്ല സോഫ്റ്റ് പേസ്റ്റൽ കളേഴ്സിലും ആയിരുന്നു വന്നത്. നമുക്കൊരു വെഡിങ് പോലെയുള്ള ഫംഗ്ഷന് ഡ്രേപ്പ് ചെയ്യാം, നമുക്കൊരു ചേർച്ച് വെയർ ആയിട്ട് യൂസ് ചെയ്യാം, ബാപ്റ്റിസം, ഹോളി കമ്മ്യൂണിയൻ അതുപോലെയുള്ള ഫംഗ്ഷൻസിനെല്ലാം ഡ്രേപ്പ് ചെയ്യാവുന്ന സാരീസ് ആയിരുന്നു. ലാസ്റ്റ് സാരി കേട്ടോ, ഇത് വരുന്നത് ഐവറിയാണ് സാരിയുടെ ടോൺ വരുന്നത്. ഐവറി ടോണിലും ഈ ഒരു സ്റ്റൈലായിരിക്കും ആ ഒരു ഫ്ലോറൽ ആപ്ലിക്കോക്ക് വരുന്നത്. കൂടാതെ സ്കാലപ്പ് ഫിനിഷിലാണ് എല്ലാ സാരിയുടെയും ബോർഡർ വരുന്നത്. സെയിം സ്റ്റൈൽ ആ ഒരു പ്ലേറ്റ്സിന്റെ പോർഷൻ വരുമ്പോൾ ഹാഫ് പോർഷൻ വന്നിട്ട് ചെസ്റ്റ് പോർഷനും പല്ലു കംപ്ലീറ്റ് ആ ഒരു വർക്ക് വരുന്നുണ്ട്. ഫ്ലോറൽ പാറ്റേണിൽ സെൽഫ് വൂവൺ സ്റ്റൈലിലായിരിക്കും സാരിയുടെ ബ്ലൗസ് വരുന്നത്.